നമസ്കാരം. 2018 പത്രപ്രവർത്തന ജീവിതം അവസാനിപ്പിച്ച് അഭിഭാഷക കുപ്പായം അണിയുകയായിരുന്നു എൻ്റെ ജീവിത പദ്ധതി. പക്ഷേ 2018 ആകസ്മികമായി ഓൺലൈൻ പത്രം എന്നതിനപ്പുറത്തേക്ക് ഓൺലൈൻ ചാനൽ എന്ന സങ്കല്പത്തിലേക്ക് മാറേണ്ടി വന്നു. ശബരിമല യുവതീ പ്രവേശന വിഷയവും 2018 നമ്മളേറെ ദുരിതമനുഭവിച്ച വെള്ളപ്പൊക്കവുമായിരുന്നു അതിൻ്റെ പശ്ചാത്തലം. പിന്നീട് തിരിഞ്ഞു നോക്കാൻ സമയമോ സാഹചര്യമോ കിട്ടിയിട്ടില്ല. ഇനി എന്നെങ്കിലും പത്രപ്രവർത്തന ജീവിതത്തിന് ഒരു അന്ത്യം വേണം എന്ന് തോന്നിയാൽ ഒരുപക്ഷെ മറ്റൊരു തൊഴിലിലേക്ക്, അത് അഭിഭാഷക വൃത്തിയാണെങ്കിലും മറ്റൊരു തൊഴിലിലേക്ക് പോയെന്ന് വരില്ല. പകരം ഒരുപക്ഷെ ആഗ്രഹിക്കുന്നത് MBO PSC മെമ്പറോ ആവുക എന്നതായിരിക്കും. കാരണം ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചതാണ്, പോരാടിയതാണ്. ആ ഉത്തരവാദിത്വം പൂർത്തിയാക്കി വിശ്രമ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും മികച്ച ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. PSC അംഗമാവുകയാണ് ഏറ്റവും കേമം. 3,80,000 രൂപ ശമ്പളം കിട്ടും 6 വർഷം. അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ നിരക്കിൽ 2.5 ലക്ഷം രൂപ വീതം പെൻഷൻ കിട്ടും. പിന്നീട് അത് കൂടുമെന്ന് ഉറപ്പാണ്. സോഷ്യൽ മീഡിയ ഒന്നും തുറന്നു നോക്കാതെ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയും. ഇനി അതല്ല, MB ആയാലും കുഴപ്പമില്ല. രണ്ടാമത്തെ പരിഗണനയാണ്. MB ആയാൽ കിട്ടുന്ന ആനുകൂല്യങ്ങൾ കേട്ടാൽ തലമരച്ചു പോകും. പ്രത്യേകിച്ചൊരു യോഗ്യതയും വേണ്ടെന്നോർക്കണം. വിദ്യാഭ്യാസ യോഗ്യത നിർബന്ധമില്ല. 10ാം ക്ലാസ് പാസ്സാകണമെന്ന് പോലും നിർബന്ധമില്ല. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് അവരുടെ പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് ജനപ്രിയനാകണം എന്നൊരു ധാരണ പൊതുപ്രവർത്തകർക്ക് പണ്ടുണ്ടായിരുന്നു. എന്നാൽ അതും ഇപ്പോൾ ബാധകമല്ല. നിങ്ങൾക്ക് സ്വാധീനമുള്ള ഒരു മണ്ഡലത്തിൽ മത്സരിക്കാൻ സീറ്റ് കിട്ടിയാൽ നിങ്ങൾ MLAയും MBയും ആകും. അതുകൊണ്ട് അതിന് ജനപിന്തുണയൊന്നും ആവശ്യമില്ല. ഇനി അത്രമാത്രം വെറുക്കപ്പെട്ടവനാണെങ്കിൽ രാജ്യസഭയിലേക്ക് പോയാൽ മതി. അതിന് ഒരുത്തൻ്റെയും ഓച്ചാരം വേണ്ട. നേരെ MB ആകാം. അങ്ങനെ MB ആയാൽ അവന് കിട്ടുന്ന ശമ്പളവും ആനുകൂല്യവും എത്രയാണെന്ന് അറിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. കഴിഞ്ഞ ദിവസം മോദി സർക്കാർ 24% കൂടി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 24%. മോദി സർക്കാർ പറയുന്നത് പണപ്പെരുപ്പം, ജീവിത ചെലവ് വർദ്ധിച്ചിരിക്കുന്നു, അതിനനുസരിച്ചുള്ള വർധനയാണെന്നാണ്. നമ്മുടെ രാജ്യത്തെ 140 കോടി ജനങ്ങളിൽ 6% പേർക്ക് മാത്രമാണ് സർക്കാർ ഉദ്യോഗമുള്ളത്. അതായത് 1 കോടിയിൽ താഴെ ആളുകൾക്ക് മാത്രമാണ് സർക്കാർ ഉദ്യോഗമുള്ളത്. ബാക്കി 139 കോടി ജനങ്ങളും സ്വകാര്യ മേഖലയെ ആശ്രയിച്ച് സ്വന്തമായി പണിയെടുത്ത് ജീവിക്കുന്നവരാണ്. എന്നാൽ അവരിൽ മഹാഭൂരിപക്ഷവും ഏതാണ്ട് 100 കോടിയോളം പേർ കൃഷി ചെയ്യുകയോ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുകയോ ചെയ്യുന്നവരാണ്. അവർക്ക് ജീവിത ചെലവ് വർദ്ധിക്കുന്നതനുസരിച്ച്, പണപ്പെരുപ്പം കൂടുന്നതനുസരിച്ച് വരുമാന വർധനവുണ്ടോ? ഇല്ല എന്നതാണ് വാസ്തവം. കർഷകൻ പണിയെടുത്തുണ്ടാക്കുന്ന അവൻ്റെ വിളവുകൾക്ക് അവൻ ചെലവഴിക്കുന്ന പണം പോലും കിട്ടുന്നില്ല. അവൻ്റെ അധ്വാനത്തിൻ്റെ കൂലി പോലും കിട്ടുന്നില്ല. ഇനി അവൻ്റെ വിളവെല്ലാം വന്യമൃഗങ്ങൾ നശിപ്പിക്കുന്ന സാഹചര്യമുണ്ട്, പ്രകൃതി ദുരന്തത്തിൽ നശിക്കുന്ന സാഹചര്യമുണ്ട്, ഒന്നും കിട്ടില്ല. അതാണ് സാധാരണ കർഷകൻ്റെ ഈ നാട്ടിലെ അവസ്ഥ, പാവപ്പെട്ടവൻ്റെ ഈ നാട്ടിലെ അവസ്ഥ. അവൻ്റെ മുമ്പിൽ പണപ്പെരുപ്പം എന്ന് പറഞ്ഞാൽ അതെന്ത് കുന്തമാണെന്ന് അവൻ ചോദിക്കും. അപ്പോഴാണ് 24% വർധനവ്. ഈ വർധനവ് കുറവാണ് എന്ന് വരുത്തി തീർക്കാൻ MBമാരുടെ ശമ്പളത്തിൽ കാട്ടിയിരിക്കുന്ന കൃത്രിമത്വമുണ്ട്. നമ്മൾ കേൾക്കുമ്പോൾ ഒരു MBയുടെ ശമ്പളം 1 ലക്ഷം രൂപയിൽ നിന്നും 1,24,000 വർദ്ധിപ്പിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ചോദിക്കുമ്പോൾ MBക്ക് 1,24,000 വലിയ കൂടുതലാണോ എന്ന് നമുക്ക് സംശയം തോന്നും, അല്ലേ? സ്വാഭാവികമല്ല. 1 ലക്ഷമൊക്കെ സ്വകാര്യ മേഖലയിൽ പണിയെടുക്കുന്നവർക്കുണ്ട്. മാത്രമല്ല സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് തന്നെ, IASകാർക്കും IPSകാർക്കും ഒക്കെ മിനിമം സാലറി 1 ലക്ഷമാണ്. ജഡ്ജിമാർക്ക് 1 ലക്ഷത്തിലധികമാണ് ശമ്പളം. അതുകൊണ്ട് MBമാർക്ക് 1,24,000 രൂപ കൊടുക്കുന്നതിൽ എന്താണ് കുഴപ്പമെന്ന് ചോദിക്കും. കുഴപ്പമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കുഴപ്പമെന്ന് പറയുന്നത് ആരും നിർബന്ധിച്ച് MB ആകുന്നതോ കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതി MB ആകുന്നതോ അല്ല എന്നതാണ്. നിങ്ങൾക്ക് MB ആകാൻ ആഗ്രഹമില്ലെങ്കിൽ ആവണ്ട. നിങ്ങൾക്കതിന് PSC പരീക്ഷ എഴുതി പഠിച്ച് പാസ്സാവേണ്ട കാര്യമില്ല. നിങ്ങൾ പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായി MB ആകുന്നത്. പൊതുപ്രവർത്തനം എന്നാൽ സാമൂഹ്യ സേവനമാണ്. ആ സാമൂഹ്യ സേവനം ചെയ്യുന്നതിന് പ്രതിഫലം വേണം എന്ന് ഇച്ഛിക്കരുത്. രണ്ടാമത്തേത്, MB ആകാൻ യോഗ്യതകൾ ആവശ്യമില്ല. നിങ്ങൾക്ക് IASകാരനാകാനോ IPSകാരനാവാനോ അനേകം കടമ്പകൾ കിടക്കണം. എന്തിനേറെ, ഒരു ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരൻ, പ്യൂൺ എന്ന് പണ്ട് വിളിച്ചിരുന്നു, ആ തസ്തികയിൽ ജോലി കിട്ടാൻ പരീക്ഷ എഴുതണം. അല്ലാതെ കിട്ടില്ല. കിട്ടും പിൻവാതിൽ നിയമനം. എന്നാൽ ഇതാണ് അവസ്ഥ. ഈ അവസ്ഥയിൽ എന്തിനാണ് ശമ്പളം എന്ന് ചോദ്യമുണ്ട്. നിങ്ങൾ പൊതുപ്രവർത്തകനാകുന്നത് സമൂഹത്തിന് വേണ്ടിയാണ്. എന്തിനാണ് നിങ്ങൾക്ക് ശമ്പളം? ചോദ്യമാണ്. ഇനി അത് പോട്ടെ. MB എന്ന് പറയുന്നത് വലിയ പദവിയാണ്, ആദരവുള്ള പദവിയാണ്. ഇന്ത്യയിൽ ആകപ്പാട് 540 MBമാരേ ഉള്ളൂ. രാജ്യസഭ കൂട്ടാതെ 650-700 പേര് വേണം. അത് കൂട്ടിക്കൂട്ടിയാൽ അവർക്ക് പ്രതിഫലം കൊടുക്കാം. 1,25 ലക്ഷം കൊടുത്തോട്ടെ. പക്ഷേ എന്തിനാണ് നമുക്ക് പ്രതിഫലം കിട്ടുന്നത്? നമുക്ക് പ്രതിഫലം കിട്ടുന്നത് ജീവിക്കാൻ വേണ്ടിയാണ്.
നമ്മുടെ ജീവിത ചെലവിന് വേണ്ടിയാണ്. എന്തൊക്കെയാണ് നമ്മുടെ ജീവിത ചെലവ്? നമുക്ക് ഭക്ഷണം വേണം, വസ്ത്രം വേണം, പാർപ്പിടം വേണം, യാത്രാ സൗകര്യം വേണം, ഒപ്പം ചികിത്സ വേണം. ഇത്രയുമാണ് നമ്മുടെ ജീവിത ആവശ്യങ്ങൾ. ഇതെല്ലാം സർക്കാർ എടുക്കുകയാണ്. ഡൽഹിയിൽ ആഡംബര വസതിയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണായ സ്ഥലത്ത് ആഡംബര വസതി സൗജന്യമാണ്. അവിടെ ജീവനക്കാരെ നിയമിക്കാം, അവരുടെ ശമ്പളം സർക്കാർ കൊടുക്കും. അവരുടെ ചികിത്സ ഫസ്റ്റ് ക്ലാസ് ജീവനക്കാർ, അതായത് ഏറ്റവും മുന്തിയ ആശുപത്രികളിൽ സൗജന്യ ചികിത്സ അവർക്ക് മാത്രമല്ല അവരുടെ ഭാര്യമാർക്കും മക്കൾക്കുമുണ്ട്. 1 രൂപ ചികിത്സയ്ക്ക് കൊടുക്കേണ്ട, 1 രൂപ താമസത്തിന് കൊടുക്കേണ്ട, അവരുടെ പെട്രോൾ അലവൻസ്, അവരുടെ വാഹന ചെലവുകൾ, അവരുടെ ജീവിത ചെലവുകൾ എല്ലാം സർക്കാർ കൊടുക്കുകയാണ്. കൂടാതെയാണ് ഈ ശമ്പളവും മറ്റാനുകൂല്യങ്ങളും. ആനുകൂല്യങ്ങൾ എന്ന് പറഞ്ഞ് ചെറുതല്ല. സർക്കാർ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ നോക്കുക. പാർലമെന്റിൽ സിറ്റിംഗ് ഉള്ളപ്പോൾ 2500 രൂപ വീതം ഒരു ദിവസം ദിനബത്ത കൊടുക്കും. നിങ്ങൾ അവിടെ പോയി നമുക്ക് വേണ്ടി ഉറങ്ങുകയോ അല്ലെങ്കിൽ കുശലം പറയുകയോ ഒക്കെ ചെയ്യുന്ന ആ പരിപാടി 2000 ആയിരുന്നു, 2500 രൂപ കൊടുക്കും. എത്ര ദിവസം സഭ കൂടിയാലും അതിൽ പങ്കെടുക്കണം. പങ്കെടുത്താൽ 2500 രൂപ കിട്ടും. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് പല എം പിമാരും പങ്കെടുക്കാതെ തന്നെ ഒപ്പിട്ട് പണം വാങ്ങാറുണ്ട്. അതൊന്നും അത്ര സൂക്ഷ്മമായി പരിശോധിക്കുന്നില്ല. 2500 രൂപ. ഇനി മണ്ഡലം അലവൻസ് എന്ന പേരിൽ ഇതുവരെ കൊടുത്തിരുന്ന 70,000 രൂപ 87,000 രൂപയാകും. അതായത് സ്വന്തം മണ്ഡലത്തിൽ വന്ന് ജനങ്ങളെ കാണുന്നതിന് ശമ്പളത്തിന് പുറമെ 87,000 രൂപ എല്ലാ മാസവും അലവൻസ് കൊടുക്കും. ശമ്പളത്തിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല. ശമ്പളം എന്തിനാണ് എന്ന ചോദ്യം ബാക്കിയാണ്. ചെലവെല്ലാം എടുക്കുന്നുണ്ട്. അവിടെ പോയി പാർലമെന്റിൽ സിറ്റ് ചെയ്യുന്നതിന് കാശ് 2500 രൂപ കൊടുക്കും. കൂടാതെ സ്വന്തം മണ്ഡലത്തിൽ പോകുന്ന ചെലവല്ല, അതിന്റെ പ്രതിഫലമാണ് 87,000 രൂപ. അതുപോലെ ജീവനക്കാരെ വയ്ക്കാം. ഓഫീസിന് മറ്റ് ചെലവുണ്ട്. പേപ്പർ മേടിക്കുന്നതിനും കടലാസ് മേടിക്കുന്നതിനും ചായ കൊടുക്കുന്നതിനും അത് 75,000 രൂപയാണ്. അത് 60 എന്നുള്ളത് 70,000 രൂപയാക്കി. ഫർണിച്ചർ അലവൻസ് 1 ലക്ഷം രൂപ എന്നുള്ളത് 1.25 ലക്ഷമാക്കി. അത് വർഷത്തിൽ ഒന്നാണോ എല്ലാ മാസവും ഉണ്ടോ എന്ന് വ്യക്തമല്ല. എന്തായാലും ഫർണിച്ചർ അലവൻസ് എന്ന പേരിൽ കസേരയും മേശയും ഒക്കെ മേടിക്കാൻ 1.25 ലക്ഷം രൂപ. പെൻഷൻ ഉണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരാൾക്ക് ഒരു മാസം 25,000 രൂപ പെൻഷൻ എന്നത് 31,000 രൂപയായി. ഒരാൾ MP ആയാലും മതി, അയാൾ പെൻഷൻ അർഹതയുണ്ട്. 5 വർഷം കഴിയുന്ന ഓരോ വർഷത്തിനും 2,500 രൂപ വീതം പെൻഷൻ കൂടിക്കൊണ്ടിരിക്കും. നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷ് ഏതാണ്ട് 36 വർഷം MP ആയി. കൊടിക്കുന്നിൽ സുരേഷിനെ പ്രതിവർഷം 2,500 രൂപ വെച്ച് കൂട്ടിയാൽ 1 ലക്ഷത്തിലധികം പെൻഷൻ ഉണ്ടാവും റിട്ടയർ ചെയ്യുമ്പോൾ. റിട്ടയർ ചെയ്യുമ്പോഴത്തെ കൊടിക്കുന്നിൽ സുരേഷിന്റെ അവസ്ഥ ഇത് തന്നെയാണ്. എല്ലാ MP മാരുടെ അവസ്ഥ. നമ്മുടെ MP മാരൊക്കെ തന്നെ ഇപ്പൊ കഴിഞ്ഞ 2 തവണയും MP മാരായവരാ. 2 തവണ ഒരാൾ MP ആയാൽ 43,500 രൂപയാണ് ജീവിതകാലം മുഴുവൻ അയാൾക്ക് പ്രതിമാസം പെൻഷൻ കിട്ടുക. ഒരു വർഷം 34 വിമാനയാത്രകൾ സൗജന്യമാണ്. അത് ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ സൗജന്യമാണ്. ട്രെയിനിൽ എപ്പോൾ കയറിയാലും AC ഫസ്റ്റ് ക്ലാസ്സിൽ സൗജന്യ യാത്ര. KSRTC ബസ്സിൽ കയറാറില്ല, സൗജന്യ യാത്ര. പെട്രോൾ അലവൻസ് എന്ന പേരിൽ കാർ ഉപയോഗിക്കുന്നത് സൗജന്യം. 3 ലാൻഡ് ഫോൺ കണക്ഷൻ കിട്ടും, എത്ര വേണമെങ്കിലും വിളിക്കാം. 2 മൊബൈൽ കണക്ഷൻ കിട്ടും, എത്ര വേണമെങ്കിലും വിളിക്കാം. ഓഫീസിലും വീട്ടിലും സൗജന്യ ബ്രോഡ്ബാൻഡ്. 40,000 കിലോ ലിറ്റർ വെള്ളം സൗജന്യം. 50,000 യൂണിറ്റ് വൈദ്യുതി സൗജന്യം. എന്ന് വെച്ചാൽ എന്തൊക്കെ സൗജന്യമായി കിട്ടും അതൊക്കെയുണ്ട്. 1 രൂപ പോലും ചെലവാക്കണ്ട. വെള്ളം ഫ്രീ, കറണ്ട് ഫ്രീ, താമസം ഫ്രീ, ഭക്ഷണം ഫ്രീ. വണ്ടി വില കൊടുത്ത് വാങ്ങണം, പക്ഷേ പലിശയില്ലാത്ത ലോൺ കിട്ടും. അങ്ങനെ എല്ലാം ഫ്രീ ആണ്. അവിടെയാണ് ഈ 1.25 ലക്ഷം രൂപ ശമ്പളമാക്കുന്നതും ഏതാണ്ട് 80,000 രൂപയിലധികം മണ്ഡല അലവൻസ് കിട്ടുന്നതും അങ്ങനെ കോടിക്കണക്കിന് രൂപ പോക്കറ്റിലേക്ക് തരുന്ന സൗജന്യമായി നമുക്ക് സൗകര്യമൊരുക്കി തരികയാണ്. ജനങ്ങളെ സേവിക്കുന്ന ഈ ജനപ്രതിനിധികൾക്ക് ഇങ്ങനെ സൗജന്യം വാരിക്കോരി കൊടുക്കേണ്ടതുണ്ടോ? അവർ എന്തിനാണ് നമ്മുടെ നികുതി പണം എടുത്ത് ഇങ്ങനെ ദൂർത്തടിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇതാരും ചോദ്യം ചെയ്യാത്ത? നമ്മൾ പിണറായിയെ വിമർശിക്കുന്നു, ഇത് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതാണ്. എന്തിനാണ് ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത്? മനസ്സിലാവുന്നേയില്ല. എന്തിനു വേണ്ടിയാണ് ഇത്രയധികം ആനുകൂല്യങ്ങൾ? ഇത്രയധികം ആനുകൂല്യങ്ങൾ ഇല്ലാതെ പണിയെടുക്കില്ല. അവർ വേണ്ടെന്ന് വെക്കണം. നിർബന്ധം എന്താ? MP അങ്ങനെ ആളെ കിട്ടില്ലേ? വളരെ കഷ്ടമാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ. പാവങ്ങൾ കഷ്ടപ്പെടുമ്പോൾ ഇപ്പോൾ ബ്രിട്ടനിലൊക്കെ ലക്ഷക്കണക്കിന് രൂപ ശമ്പളമുണ്ട്. നമ്മുടെയൊക്കെ ഒരു സുഹൃത്ത് മലയാളിയാണ്, സോജൻ ജോസഫ്. അദ്ദേഹം MP ആണ്. പക്ഷെ അവിടുത്തെ ജീവിത നിലവാരം അങ്ങനെയാണ്. ആർക്കും അത്രയും ശമ്പളം കിട്ടുന്ന ജോലി കിട്ടും. അതുകൊണ്ട് തന്നെ ഒരാൾ MP ആകണമെങ്കിൽ അയാൾക്ക് ശമ്പളം കൊടുക്കണം. എന്നാൽ ഇവിടുത്തെ അവസ്ഥ അങ്ങനെയാണോ? ഒരു വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്ത ഒരുത്തന് MP ആകുമ്പോൾ അവരെന്തിനാണ് ഈ പ്രതിഫലം? എന്നിട്ടും ഇവനൊക്കെ അഴിമതി നടത്തുന്നു എന്നതാണ് കഷ്ടം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നാട് നന്നാക്കാനുള്ള ആഗ്രഹം അവസാനിക്കുകയും പത്രപ്രവർത്തനം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്ത ഉറപ്പായും പരിശ്രമിക്കുന്നത് എങ്ങനെയെങ്കിലും ഒരു MP യോ അല്ലെങ്കിൽ PSC അംഗമോ ആകാൻ കഴിയുമോ എന്ന കാര്യത്തിലായിരിക്കും.